ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഷവർമ. ഷവർമ ഞാൻ വീട്ടിൽ ഒരുപാട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. ഇതുണ്ടാക്കാൻ ഒരുപാട് മെത്തേഡ്സും ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഇതിൽ എളുപ്പത്തിൽ ഏറ്റവും നല്ല ടേസ്റ്റിൽ കിട്ടുന്ന ചിക്കൻ ഷവർമയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വിവരം അറിയിക്കണം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ചിക്കൻ ഷവർമ ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്പൈസ് മിക്സ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 ടീസ്പൂൺ മല്ലിക്കുരു, 2 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കറുകപ്പട്ട, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഗ്രാമ്പു, 2 ഏലക്ക, പിന്നെ 1/4 ടീസ്പൂണിൻ്റെ അത്രയുള്ള കഷ്ണം ജാതിക്ക, പിന്നെ 1/4 ടീസ്പൂൺ ഓൾ സ്പൈസ് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിക്കോളൂ, എന്നാലും അത് ആഡ് ചെയ്യുന്ന നല്ലൊരു ഫ്രേഗ്രൻസും ഫ്ലേവറും കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. പാനിലിട്ട് 2 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കണം, സ്ഥിരമായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കളറ് ഒരുപാട് ഡാർക്കായി പോകരുത്, നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടണം. അത് കഴിഞ്ഞ് നമുക്ക് മാറ്റി ഇത് മിക്സിയിലേക്ക് ഇടാം, പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മിക്സിയിലേക്ക് ഇതിട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 2 ടീസ്പൂൺ പപ്രിക്ക പൊടി ഇല്ലെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാം. അപ്പം ഇത് 2 ടീസ്പൂണാണ്. അതിൻ്റെ ഒപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ. അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ഫൈൻ പൗഡറായിട്ട് എടുക്കാൻ പോവുകയാണ്. അത് മാറ്റി വയ്ക്കാം. ഇപ്പം ഇവിടെ ഒരു 800 to 900 ഗ്രാംസ് ചിക്കൻ ബ്രസ്റ്റ് എടുക്കാം. ബോൺലെസ് ചിക്കൻ പീസസ് വളരെ സ്മോൾ പീസായിട്ട് കട്ട് ചെയ്ത് വെള്ളമൊക്കെ നന്നായി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത സ്പൈസ് മിക്സ് മുഴുവൻ ചേർത്ത് കൊടുക്കാം. വെള്ളം തീരെ പാടില്ല നമ്മുടെ ബൗളിൽ. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ നാരങ്ങനീര്, 2 ടേബിൾ സ്പൂൺ കട്ടിയുള്ള തൈര്, 2 ടേബിൾ സ്പൂൺ ചതച്ച വെളുത്തുള്ളി പേസ്റ്റ്. ഒരുവിധം നന്നായി ചതച്ചതാണിത്. പിന്നെ ഉപ്പ് പാകത്തിന് ഞാനിവിടെ 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓലിവ് ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. ഓലിവ് ഓയിൽ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് പുരട്ടി വെക്കാം. 1/2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ വെക്കാം. 3 മണിക്കൂർ വരെ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചാൽ മതി. 3 മണിക്കൂർ വെക്കുകയാണെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പ് മാറണം നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുന്നതിന് മുമ്പ്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മാരിനേറ്റ് തീരെ വെള്ളം പോലെയല്ല, നല്ല കട്ടിയായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മിക്കപ്പോഴും 30 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാൻ വേണം. ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സിന് ഇതുപോലെ ഫ്ലാറ്റ് ബേസും ഇങ്ങനെ കേർവ്ഡ് എഡ്ജസും ഉള്ള നോൺ സ്റ്റിക്ക് പാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കണില്ല. പാൻ വെച്ച് നന്നായി ചൂടായതിന് ശേഷം, ഞാൻ കൈ വെച്ച് നോക്കുമ്പോൾ നല്ല ചൂടായിട്ടുണ്ടാവണം. ചൂടായതിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ആഡ് ചെയ്യാം. അപ്പോൾ ഒന്ന് നല്ല പുകഞ്ഞ് വരും. ഓയിൽ ഇടാണ്ട് ഇത് ചേർക്കുന്നതുകൊണ്ട് ഒന്നും കൂടി ഒരു പുക വരും. വേണമെങ്കിൽ കുറച്ച് നേരം മൂടി വയ്ക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കളർ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഓയിൽ ആഡ് ചെയ്യാം. കളർ ഒന്ന് മാറി തുടങ്ങിയപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഓലിവ് ഓയിൽ ഇപ്പം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇനി തീ കൂട്ടി വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഒന്ന് ടോസ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഷെയ്ക്ക് ചെയ്യണം. ഈ എണ്ണ ഈ ചൂട് പാനിലേക്ക് ഒഴിക്കുമ്പോൾ കുറച്ചിങ്ങനെ ഫ്ലെയിംസൊക്കെ കിട്ടും. അത് നല്ലതാണ് നമ്മുടെ ഷവർമ മീറ്റിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഈ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ മിക്കപ്പോഴും ഏറ്റവും ഹൈ ഹീറ്റിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്താ ഉണ്ടാവുക, നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും.
പിന്നെ ആ വെള്ളം വറ്റി തീരും. അതിനുശേഷം ടോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചിക്കൻ്റെ പീസസ് ചെറുതായിട്ടൊന്ന് ഇവിടെ അവിടെയൊക്കെ ഒന്ന് ബ്രൗൺ ആയി തുടങ്ങും. കുറച്ചൊന്ന് അതുപോലെ മൊരിഞ്ഞ സൈഡ്സ് കണ്ടു തുടങ്ങണം. കളറൊന്ന് ഡാർക്കായി വരണം. അപ്പോൾ ഏകദേശം ഒരു 7-8 മിനിറ്റ് എടുത്ത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. സൈഡ്സിലൊക്കെ ഇങ്ങനെ ഡാർക്ക് കഷ്ണങ്ങളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒന്നും കൂടി നന്നായി ടോസ് ചെയ്തിട്ട് തീരാറാവുമ്പോൾ നമുക്ക് അവസാനം കുറച്ചും കൂടി ഓലിവ് ഓയിൽ ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. ഇത് ആ മോയ്സ്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ചിക്കന് ഭയങ്കര ഡ്രൈ ആയിട്ട് ടേസ്റ്റ് ചെയ്യും. ഈ സ്റ്റേജിൽ വലിയ പീസ് ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് കിച്ചൺ സിസേഴ്സ് വെച്ചൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി കൊടുക്കാം. ചെറിയ പീസസ് ആണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ ഈ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ചിക്കൻ പാകത്തിന് വെന്തിട്ടുണ്ടോ എന്നും അറിയാൻ പറ്റും. ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ഉപ്പ് ഇത്തിരി ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ടെസ്റ്റ് ചെയ്ത് അത് റെഡിയായി കഴിയുമ്പോൾ ഏറ്റവും അവസാനം നമുക്കിതിലേക്ക് 1 ടീസ്പൂണും കൂടി നാരങ്ങ നീര് പെട്ടെന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ വീണ്ടും ഒന്ന് പുകഞ്ഞു വരും. ഇങ്ങനെ ഇതൊന്നും വേഗം മിക്സ് ചെയ്തിട്ട് ഇത് അടുപ്പത്തു നിന്ന് മാറ്റി നമുക്ക് മൂടി വയ്ക്കാം. നമുക്ക് ഷവർമ റാപ്പ് ചെയ്യാൻ നേരാവണ വരെ അത് മാറ്റി വയ്ക്കാം. പിന്നെ ഈ സമയത്ത് തന്നെ ഞാനൊരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി അതിൽ കുറച്ച് പൊട്ടാറ്റോസ് ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി 2 വലിയ പൊട്ടാറ്റോസ് എടുത്ത് അത് ഇതുപോലെ തിക്ക് ഫ്രൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാൻ തുടങ്ങി. അതൊരു ബോയിൽഡ് പൊട്ടാറ്റോ പോലെ കണ്ടു തുടങ്ങുമ്പോൾ നമുക്കതിൽ നിന്ന് മാറ്റണം. എന്നിട്ട് വീണ്ടും ഈ ഓയിൽ ഒന്നും കൂടി നന്നായി ഹോട്ടാവണം. നന്നായി ഹോട്ടായതിന് ശേഷം നമുക്ക് വീണ്ടും ഈ പുഴുങ്ങിയ പോലത്തെ ഫ്രൈഡ് പൊട്ടാറ്റോ തിരിച്ചാഡ് ചെയ്ത് ഇനി അത് ക്രിസ്പ് ആവണ വരെ ഫ്രൈ ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ആദ്യം കൂടുതൽ ഇളക്കരുത്, കാരണം അത് പൊട്ടിപ്പോവും നമ്മുടെ പൊട്ടാറ്റോ. എനിക്ക് കൊടുക്കുമ്പോഴത് ഒട്ടലുണ്ടെങ്കിൽ അത് റെഡിയല്ല എന്നാണ് അർത്ഥം. പിന്നെ നമ്മൾ ഇളക്കുമ്പോൾ അതിൻ്റെ ഒട്ടൽ മാറും. അപ്പോൾ അത് റെഡിയാണെന്നാണ് അർത്ഥം. പിന്നെ ഒരു മൊരിച്ചിലും കാണും. അപ്പോൾ നമുക്കിത് കിച്ചൺ പേപ്പർ ടവലിലേക്ക് വെച്ചിട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ പൊട്ടാറ്റോസ് നമ്മുടെ ഷവർമക്കുള്ള ഫ്രൈസും മാറ്റി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ ഫില്ലിങ്ങിന് ആവശ്യമുള്ള കുറച്ച് വെജിറ്റബിൾസ് എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഇത് വളരെ തിന്നായിട്ട് ഇതുപോലെ ഷ്രെഡ് ചെയ്തെടുക്കണം. നല്ല കനം കുറഞ്ഞ് തന്നെ വേണം. അപ്പോൾ ഈ വൈറ്റ് ക്യാബേജ് ഒരു 1.5 കപ്പ് വേണം. എൻ്റെ കപ്പ് മെഷർ 1 കപ്പ് 240 ml ആണ്. ഒരു 1.5 കപ്പ് വൈറ്റ് ക്യാബേജ് വേണം. അതിൻ്റെ ഒപ്പം പേർപ്പിൾ ക്യാബേജും എടുക്കുന്നുണ്ട് ഞാൻ. അതൊരു 1/4 കപ്പ് മതി. അതേപോലെ തന്നെ വളരെ കനം കുറഞ്ഞ് ഷ്രെഡ് ചെയ്ത് അല്ലെങ്കിൽ സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു റേഷ്യോ. വൈറ്റ് ക്യാബേജ് കൂടുതൽ, പേർപ്പിൾ ക്യാബേജ് കുറവ്. ഇനിയിപ്പോൾ പേർപ്പിൾ ക്യാബേജ് ഇല്ലെങ്കിൽ സാരമില്ല, വൈറ്റ് ക്യാബേജ് തന്നെ ഉപയോഗിച്ചാൽ മതി. ഇത് പക്ഷേ ഒരു നല്ലൊരു കളറും നല്ലൊരു പ്രസൻറ്റേഷനാണ്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ്, അതും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തത് 2 ടേബിൾ സ്പൂൺ മതി. ഇതൊരുമിച്ച് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് 1 സവാള ചെറുതായി ചോപ്പ് ചെയ്തത്. സവാള ഓപ്ഷണലാണ്, ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. പിന്നെ ഒരു 2 ടൊമാറ്റോസ്. നമുക്ക് ഒന്നില്ലെങ്കിൽ നല്ല കനം കുറഞ്ഞ സ്ലൈസായിട്ട് മുറിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഫൈനലി ചോപ്പ് ചെയ്യാം. അതും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ലെറ്റസ്, അതും ഫൈനായിട്ട് ചോപ്പ് അല്ലെങ്കിൽ ഷ്രെഡ് ചെയ്ത് വെച്ചത്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷവർമക്ക് ഫില്ലിങ്ങിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. എല്ലാം റെഡിയാണ്. നമ്മുടെ ഷവർമയുടെ ചിക്കൻ ചൂടാറുന്നതിന് മുമ്പ് അത് റാപ്പ് ചെയ്യണം. ഇതിനു വേണ്ടി ഖുബൂസ് എടുത്തിട്ടുണ്ട്. ഖുബൂസിൻ്റെ റെസിപ്പി വീഡിയോ മുമ്പ് ഞാൻ ഷെയർ ചെയ്തിരുന്നു, അത് വേണമെങ്കിൽ ചെക്ക് ചെയ്തോളൂ. ഇതിലേക്ക് നമ്മൾ ഗാർലിക് സോസ് ആഡ് ചെയ്യുന്നുണ്ട്. നടുക്ക് കൂടി ഒരു ലെയർ ഗാർലിക് സോസ്. ഗാർലിക് സോസിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഉടനെ ഷെയർ ചെയ്യുന്നുണ്ട്, നമ്മുടെ അറബിക് സ്റ്റൈൽ തൂമുണ്ടാക്കുന്ന രീതി. അപ്പോൾ നടുക്കൊരു ലെയർ ഇതുപോലെ ഗാർലിക് സോസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ലെയർ ചിക്കൻ ആഡ് ചെയ്യാം. ഇനി നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഷ്രെഡഡ് ക്യാബേജിൻ്റെ മിക്സ്ചർ ഒരു തിൻ ലെയർ, ഒരുപാട് കട്ടി വേണ്ട, ഇതുപോലെ ഒരു തിൻ ലെയർ. പിന്നെ നമ്മുടെ ചോപ്പ് ചെയ്ത അല്ലെങ്കിൽ സ്ലൈസ് ചെയ്ത ടൊമാറ്റോ, നമ്മുടെ ഷ്രെഡ് ചെയ്ത ലെറ്റസ് വളരെ കുറച്ച്, പിന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചോപ്പ് ചെയ്ത സവാള. ഇതിൻ്റെ മുകളിൽ നമ്മളുണ്ടാക്കിയ ഫ്രൈസിൻ്റെ ഒരു 3-4 പീസ് മാത്രം. എന്നിട്ട് കുറച്ചും കൂടി ആ ഗാർലിക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം മുകളിൽ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം അത്. ഇനി നമുക്ക് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാൻഡ്വിച്ച് പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് ടൈറ്റായിട്ടൊന്ന് റോൾ ചെയ്യണം, നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് പേപ്പറിൽ പ്ലേസ് ചെയ്തിട്ട് നമുക്കിത് ഒന്നും കൂടി റോൾ ചെയ്യണം. അപ്പോൾ 2 സൈഡിലും ആവശ്യത്തിന് പേപ്പർ ബാക്കി വെക്കണം ഇത് ടൈറ്റാക്കാൻ. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഇതുപോലെ പിരിച്ച് നല്ല ടൈറ്റാക്കി അതിൻ്റെ ബേസ് ഉണ്ടാക്കണം. പിന്നെ മോൾ ഭാഗം ഒന്ന് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഷവർമ റാപ്ഡാണ്, സെർവ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ഇതൊരു 8 ഷവർമക്കുള്ള റെസിപ്പിയാണ്. പിന്നെ ഷവർമയുടെ കൂടെ നമുക്ക് അറബിക് പിക്കിൾ സെർവ് ചെയ്യാം, ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നത്. അതിൻ്റെ റെസിപ്പി ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഷവർമ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ ഫോട്ടോ അയക്കാൻ മറക്കരുത്. അടുത്ത റെസിപ്പി നമ്മുടെ ഗാർലിക് സോസ് ആണ്, അതും കാണാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.